ഇന്ന് രാവിലെ തന്നെ ഉദ്ഘാടന സമ്മേളനത്തിൽ തന്നെ ഞാൻ പ്രഖ്യാപിച്ചിരുന്നൊരു കാര്യം, താമസാവശ്യത്തിനുള്ള വീടുകൾ നിർമ്മിക്കുന്നതിന് ദേശീയപാത സർവീസ് റോഡുകളിൽ നിന്നുള്ള ആക്സസ് പെർമിഷൻ നിർബന്ധമാക്കില്ല എന്നതാണ്. കമേഴ്ഷ്യൽ കെട്ടിടങ്ങൾക്കല്ല, താമസാവശ്യങ്ങൾക്കുള്ള വീടുകൾക്ക് ആക്സസ് പെർമിറ്റ് ഇല്ലാതെ തന്നെ നിർമ്മാണാനുമതി കൊടുക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കും. ബിൽഡിംഗ് നമ്പറും ലഭിക്കും. ഇത് പല ജില്ലാ അദാലത്തുകളിലും സമാനമായ പരാതികൾ വന്നിരുന്നു. ആക്സസ് പെർമിറ്റുമായി ബന്ധപ്പെട്ട് ചില ഗൗരവമുള്ള പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അത് കണക്കിലെടുത്താണ് ഈ ആക്സസ് പെർമിറ്റ് അനാവശ്യമായിട്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതിന് മാത്രമല്ല, മറ്റു ചില സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് കൂടി ഉപയോഗിക്കുന്നു എന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് ആക്സസ് പെർമിറ്റ് വേണമെന്ന നിബന്ധന ഒഴിവാക്കുന്നത്. വീണ്ടും വ്യക്തമാക്കുന്നു, വീടുകൾക്ക് മാത്രമാണ് ഈ ഇളവുള്ളത്. വിമാനത്താവളം, റെയിൽവേ, പ്രതിരോധ സ്ഥാപനങ്ങൾ എന്നിവയുടെ NOCയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തലത്തിൽ ഒരു സംവിധാനം ഒരുക്കും. അദാലത്തിന്റെ ഉദ്ഘാടന വേദിയിൽ അധ്യക്ഷത വഹിച്ച ശ്രീ TV ഇബ്രാഹിം MLA ഇക്കാര്യം അധ്യക്ഷ പ്രസംഗത്തിൽ ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം കൊണ്ടോട്ടിയിൽ നിന്ന് വിമാനത്താവളത്തിന്റെ NOCയുമായി ബന്ധപ്പെട്ട പരാതി ഇവിടെ പഞ്ചായത്ത് മുനിസിപ്പൽ ചെയർപേഴ്സണും മറ്റും പരാതിയുമായിട്ടും വന്നിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം, അമരമ്പലം തേൾപ്പാറയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം താമസിക്കുന്ന 16 പട്ടികജാതി കുടുംബങ്ങളുടെ 5 വർഷമായി റോഡിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിന് പരിഹാരമുണ്ടാക്കിയതാണ്. 10 അടി വീതിയുള്ള റോഡ് നിർമ്മിക്കുന്നതിന് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ 3 സെന്റ് സ്ഥലം വിട്ടു നൽകും. ഇതിനുവേണ്ടി കഴിഞ്ഞ 5 വർഷമായിട്ട് ശ്രമങ്ങളും കത്തിടപാടും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1 ഏക്കറയോളം സ്ഥലം കുടുംബാരോഗ്യ കേന്ദ്രത്തിനുണ്ട്. അത് തദ്ദേശ സ്ഥാപനത്തിന് വിട്ടുകിട്ടിയിട്ടുള്ള സ്ഥാപനമാണ് കുടുംബാരോഗ്യ കേന്ദ്രം. അതിൽ നിന്നാണ് ആവശ്യമായിട്ടുള്ള സ്ഥലം വീട് വയ്ക്കാൻ വിട്ടുകൊടുക്കുന്നത്. പട്ടികജാതി കുടുംബങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്ന പരാതി കണക്കിലെടുത്താണ് ജില്ലാ കളക്ടറോടും DMOയോടും ഇവിടെ നിന്ന് തന്നെ, ഈ വേദിയിൽ നിന്ന് തന്നെ നേരിട്ട് ഫോണിൽ സംസാരിച്ച് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാക്കിയത്. അതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഉടൻ ഭൂമി ലഭ്യമാക്കി റോഡ് യാഥാർത്ഥ്യമാക്കും. നിലവിൽ ഈ പ്രദേശത്തേക്ക് നടവഴി മാത്രമാണ് ഉണ്ടായിരുന്നത്. വാഹനം പോകുന്ന വഴിയില്ലാത്തതിനാൽ വളരെ ബുദ്ധിമുട്ടാണ് ആളുകൾ അനുഭവിച്ചിരുന്നത്. പൊന്മള പഞ്ചായത്തിലെ മേച്ചേരി പുഷ്പലതയുടെ പരാതിക്കും ഇന്ന് പരിഹാരമുണ്ടാക്കി. തന്റെ കൊച്ചുമകൻ 5 വയസ്സുകാരനായ യശുവിന് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് സഹായത്തിനുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി തുക അനുവദിക്കാൻ ഇന്ന് നിർദ്ദേശം നൽകി. ഗ്രാമപഞ്ചായത്തിന് നിലവിൽ അതിന് പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ ഈ ഗുണഭോക്താവിനെ ഉൾപ്പെടുത്തി പ്രതിമാസം 1000 രൂപ സഹായിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. പദ്ധതി മാർഗരേഖയിൽ തന്നെ ഡേ കെയർ സെന്ററുകളിലോ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കുള്ള സ്പെഷ്യൽ സ്കൂളുകളിലോ പോകാത്തവർക്ക് പ്രതിമാസം 1000 രൂപ ബത്ത അനുവദിക്കാനുള്ള വ്യവസ്ഥയുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് ഈ കുട്ടിക്ക് ഈ ബത്ത ആനുകൂല്യം നൽകണം എന്ന് നിർദ്ദേശിക്കുകയാണ്. സബ്സിഡി മാർഗരേഖ 115/2022 നിർദ്ദേശമനുസരിച്ചുകൊണ്ടാണ്. AC ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വീട്ടിലുണ്ട് എന്നതിന്റെ പേരിലാണ് ഈ പെൻഷൻ ലഭിക്കാതിരുന്നത്. സാധാരണഗതിയിൽ അത് സർക്കാർ പാലിക്കുന്ന മാനദണ്ഡമാണ്. 2000 സ്ക്വയർ ഫീറ്റിലധികം വിസ്തീർണമുള്ള വീട്, AC ഇതൊക്കെ ഉള്ളവർക്ക് അനുവദിക്കാറില്ല. പക്ഷെ ഇതൊരു പ്രത്യേക കേസായിട്ട് പരിഗണിച്ചാണ്
ഈ സഹായം അനുവദിച്ചിട്ടുള്ളത്. AC വീട്ടിൽ വെക്കാൻ നിർബന്ധിതമായതാണ്. കാരണം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു കുട്ടിക്ക് AC അത്യാവശ്യമാണ് എന്നതുകൊണ്ടാണ് അതിന് നിർബന്ധിതമായത്. അതല്ലാതെ വളരെ മെച്ചപ്പെട്ട സ്ഥിതി ഉള്ളതുകൊണ്ടല്ല. എടയൂർ ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 3 പ്രവൃത്തികൾ റീടെൻഡർ ചെയ്ത് നഷ്ടമുണ്ടാക്കിയെന്ന പരാതി ഇവിടെ അദാലത്തിന്റെ മുമ്പിൽ വരികയുണ്ടായി. പരാതിയും അത് സംബന്ധിച്ച രേഖകളും പരിശോധിച്ചപ്പോൾ പരാതിയിൽ കഴമ്പുണ്ട് എന്നാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. അദാലത്തിൽ വെച്ച് തന്നെ അതിന് ശുപാർശ ചെയ്തു. N. സോമസുന്ദരൻ എന്ന വ്യക്തിയാണ് പരാതി നൽകിയത്. ആവശ്യമായ തുടർ നടപടികൾക്ക് ഫയൽ സർക്കാരിലേക്ക് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്.